സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീളുന്നതിനിടെയാണ് പദ്ധതിക്കായി കൊച്ചിയിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി ടീകോം മറിച്ചു വിൽക്കുന്നത്. 25 ഏക്കറോളം ഭൂമി ഇതിനകം സ്വകാര്യ സംരംഭകർക്ക് കൈമാറിക്കഴിഞ്ഞതായാണ് വിവരം. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിസിറ്റി സ്ഥാപനവും പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമാണ് ഭൂമി വാങ്ങിയിട്ടുള്ളത്. വിൽപ്പന സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കരാറിൽ ഭൂമി കൈമാറ്റത്തിന് വ്യവസ്ഥയുള്ളതിനാൽ ഭൂമി വിൽപ്പനയെ എതിർക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. പദ്ധതി വൈകുന്നതിലുള്ള അതൃപ്തി അടുത്ത ദിവസം അറിയിക്കാനിരിക്കെ നടന്ന ഭൂമി വിൽപ്പന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നിർമ്മാണത്തിന് തടസ്സമെന്നാണ് വിവരം. ഇത് മറികടക്കാനാണ് ഭൂമി വിൽപ്പന എന്നാണ് സൂചന. 167 കോടി രൂപയാണ് ഇതുവരെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചിലവഴിച്ചത്. ഇപ്പോൾ പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ 250 കോടിയെങ്കിലും വേണ്ടിവരും. പദ്ധതിയിലേക്ക് ഇടപാടുകാരെ ആകർഷിക്കാൻ റോഡ് ഷോ പോലുള്ള പ്രചാരണ നടപടികൾ ടീകോം നടത്തുന്നുണ്ട്. എന്നാൽ പദ്ധതി വൈകുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച വിദേശത്തും സ്വദേശത്തുമുള്ള നിരവധി കമ്പനികൾ നിലവിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല. സർക്കാർ അനുമതിയില്ലാതെ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ടീകോം നടത്തുന്ന ഭൂമി വിൽപ്പന ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കും. മീഡിയ 1 കൊച്ചി.